മാത്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് ബോർഡ് മാസ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, ഗണിത ക്രിയകൾ. അതായത് 4 തരത്തിലുള്ള വ്യത്യസ്തങ്ങളായിട്ട് ക്രിയകൾ ഒന്നിച്ചു വരുന്ന ചോദ്യങ്ങളെയാണ് പരിചയപ്പെടുത്തുന്നത്. അടിസ്ഥാനപരമായ കാര്യങ്ങൾ അറിവില്ലാത്തവർക്ക് ഈ വീഡിയോ ഏറെ ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ പറഞ്ഞിട്ടില്ല, എല്ലാ വ്യത്യസ്ത തരത്തിലുള്ള ചോദ്യങ്ങളെയും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും ഈ 2 ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടാണ് ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇതിലിപ്പം 3 ടൈപ്പ് ചോദ്യങ്ങളാണ് പരിചയപ്പെടുന്നത്. മാത്തമാറ്റിക്കൽ ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഏത് പരീക്ഷയ്ക്കും കാണുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇന്ന് പരിചയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ടൈപ്പും കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ബോർഡ് മാസ് റൂളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏത് ചോദ്യങ്ങളും നിങ്ങൾക്ക് ആൻസർ കണ്ടെത്താൻ കഴിയും. ഫസ്റ്റ് ടൈപ്പാണ് പറയുന്നത് സ്റ്റാറിൻ്റെ സ്ഥാനത്ത് ശരിയായ ചിഹ്നം, കറക്റ്റ് സെറ്റ് ഓഫ് സൈൻസ് ഇൻ പ്ലേസ് ഓഫ് സ്റ്റാർ. ഈ സ്റ്റാറിൻ്റെ സ്ഥാനത്ത് ഏത് ചിഹ്നങ്ങളാണ് വരിക എന്നുള്ളതാണ്. നോക്കിവിടെ 1, 2, 3 സ്ഥലത്ത് സ്റ്റാർ ഉണ്ട്. അപ്പം 3 ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് കറക്റ്റ്? ഇതാണോ കറക്റ്റ്, ഇതാണോ, ഈ സെറ്റാണോ കറക്റ്റ്, ഈ സെറ്റാണോ കറക്റ്റ് എന്നുള്ളതാണ് നോക്കുക. അത് നമുക്ക് എങ്ങനെ നോക്കാൻ പറ്റും? സിമ്പിളായിട്ടുള്ള ഈ പ്രോബ്ലത്തിൽ നമുക്ക് നോക്കാം. ഈ സ്റ്റാറിൻ്റെ സ്ഥാനത്ത് നമുക്ക് എഴുതാം. ആദ്യം പ്ലസ് ഇൻറ്റു ഈക്വൽ ടു നോക്കാം. അപ്പോൾ 8 എന്താ വരിക? 8 പ്ലസ് 5 ഇൻറ്റു 3 ഈക്വൽ ടു 37 ആണ് വരുന്നത്. ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇത് ശരി തന്നെ നോക്കാം. പ്ലസും ഇൻറ്റു വന്നാൽ ആദ്യം ഇൻറ്റു ചെയ്യണം. 5 ഇൻറ്റു 3 നമുക്കറിയാം 15 ആണ്. 8ഉം 15ഉം കൂട്ടിയാൽ എത്രയാണ് കിട്ടുക? 23 ആണ് കിട്ടുക. അപ്പോൾ ഇത് അല്ല എന്ന് കിട്ടും. ഈ ആൻസർ നമ്മളുടെ ഉത്തരത്തിൽ വരുന്നില്ല. രണ്ടാമത്തത് ഇൻറ്റു പ്ലസ് ഈക്വൽ ടു ആണ്. നമുക്ക് നോക്കാം. നമുക്ക് രണ്ടാമത്തത് 8, ഈ സ്റ്റാറിൻ്റെ സ്ഥാനത്ത് കൊടുക്കുന്നത് ഇൻറ്റു ആണ്. 8 ഇൻറ്റു 5, പിന്നെ വരുന്നത് പ്ലസ് ആണ്. പ്ലസ് കാണുന്നുണ്ടല്ലോ, പ്ലസ് 3 സമം എന്ത് കിട്ടും നമുക്ക്? 37 എന്നാണ് അവർ പറയുന്നത്. നോക്കാം. 8, 5, 40 ആണ്. 40ഉം 3ഉം 43 ആണ് വരിക. 43 ആണ് വരിക. അപ്പോൾ ഈ ആൻസർ തെറ്റാണ്. അപ്പോൾ മൂന്നാമത്തെ ആൻസർ തന്നെ ആയിരിക്കും. പക്ഷെ നമുക്ക് വെരിഫൈ ചെയ്യാം. എങ്ങനെ എഴുതാം? 8 ഈ സ്റ്റാറിൻ്റെ സ്ഥാനത്ത് ഇൻറ്റു കൊടുക്കുക. 8 ഇൻറ്റു എത്ര വരും? 5 മൈനസ് 3 സമം 37. 8, 5, 40. 40 3 പോയാൽ നമുക്ക് 37 കിട്ടും. അപ്പോൾ ശരിയായ ആൻസർ മൂന്നാമത്തതാണ് ശരിയായ ആൻസർ. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിൽ ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റുമോ നോക്കുക. നോക്കിക്കഴിഞ്ഞ് കിട്ടുന്നില്ലെങ്കിൽ മാത്രം ഇതേപോലുള്ള വഴികളിലൂടെ പോകുന്നതായിരിക്കും നല്ലത്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് തന്നെ ആൻസർ ആയിട്ട് വരും. ഒരു ചാൻസ് അതിന് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതേമാതിരി വഴികളിലേക്ക് നീങ്ങുക. അപ്പോൾ ആൻസർ കിട്ടി. മൂന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ നോക്കാം. 12 സ്റ്റാർ 6 സ്റ്റാർ 3 സ്റ്റാർ 2 ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് പ്ലസ് മൈനസ് ഈക്വൽ ടു ആയിട്ട്, അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ 12 പ്ലസ് 6 മൈനസ് 3 സമം 2. ശരിയെന്ന് നോക്കിയാൽ 12, 6, 18. 18 3 പോയ 15 ആണ്. അപ്പോൾ ആ ആൻസർ തെറ്റാണ്. അപ്പോൾ ഈ ഓപ്ഷൻ ശരിയല്ല. രണ്ടാമത്തെ ഓപ്ഷൻ മൈനസ് ഈക്വൽ ടു ഇൻറ്റു ആണ്. ശരിയെന്ന് നോക്കാം. 12 മൈനസ് 6, പിന്നെ വരുന്നത് ഈക്വൽ ടു ആണ് വരുന്നത് അല്ലേ? നടുക്കിൽ വരുന്നത് ഈക്വൽ ടു ആണ്. എന്ത് വരും? 3. പിന്നെ കൊടുക്കേണ്ടത് എന്താ? ലാസ്റ്റിന് ഇൻറ്റു 2 കറക്റ്റാണ്. 12 6 പോയ എത്ര? 6 ആണ്. 3 ഇൻറ്റു 2 എത്ര? 6. അപ്പോൾ ഇത് കറക്റ്റാണ്. അപ്പോൾ ആൻസർ സെക്കൻഡ് ഓപ്ഷനാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. ഐഡിയ മനസ്സിലായല്ലോ? ഇങ്ങനെ ഇതാണ് ഒന്നാമത്തെ ടൈപ്പ്. അതായത് ശരിയായ ചിഹ്നങ്ങൾ ചേർത്തിട്ട് ഇക്വേഷൻ കറക്റ്റ് ചെയ്യുക. രണ്ടാമത്തത് ടൈപ്പ് ചിഹ്നങ്ങൾ പരസ്പരം മാറൽ, ഇൻ്റർചേഞ്ചിങ് സൈൻസ്. അതായത് പ്ലസ്സും മൈനസും ഉള്ളത് മൈനസും പ്ലസ്സും ആയാൽ, പ്ലസ്സും ഇൻറ്റു ആണ് എങ്കിൽ ഇൻറ്റുവും പ്ലസ്സും ആയാൽ എന്ത് ഉത്തരം വരും എന്നാണ് കണ്ടെത്തേണ്ടത്. നോക്കാം നമുക്ക്. ഫൈൻഡ് ഔട്ട് ദ സൈൻസ് വിച്ച് ആർ ഇൻ്റർചേഞ്ച്ഡ്. 5 പ്ലസ് 3 ആൻഡ് 8 മൈനസ് 12 ഡിവൈഡ് ബൈ 4 ഈക്വൽ ടു 20. ഇതിൽ ഏതെല്ലാം ചിഹ്നങ്ങളാണ് പരസ്പരം മാറ്റിയിട്ടുള്ളത്? പ്ലസും മൈനസും മാറ്റിയിട്ടാണോ ഇത് ശരിയായത്? മൈനസും ഡിവിഷനും മാറ്റിയിട്ടാണോ ഇത് ശരിയായത്? പ്ലസും ഇൻറ്റും ഗുണിക്കലും കൂട്ടലും ഗുണിക്കലും പരസ്പരം മാറ്റിയിട്ടാണോ ഇത് ശരിയായത് എന്നാണ് ചോദ്യം. നോക്കാം നമുക്ക്. പ്ലസും മൈനസുമാണ് നമ്മൾ ആദ്യം എടുക്കുന്നത്. അപ്പോൾ 5 പ്ലസ് കാണുന്നിടക്ക് എന്തെടുക്കണം? മൈനസ് ഇടണം. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതുകയാണ് 5 മൈനസ് 3
ഇൻറ്റുവിന് മാറ്റമില്ല, കാരണം ഇൻറ്റു മാറുന്നില്ല. 8 മൈനസ് മാറുന്നുണ്ട്, എന്താവണം? മൈനസ് പ്ലസ് ആവണം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറണ്ടേ. അപ്പോൾ പ്ലസ് 12 ഡിവൈഡഡ് ബൈ 4ന് മാറ്റമില്ല. ഇതിന് രണ്ടിന് മാത്രമേ മാറ്റം പറഞ്ഞിട്ടുള്ളൂ അവർ, ആ ഫസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ ഈ ആൻസർ നോക്കാം. 12നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 3 ആണ്. നോക്ക്, 3 8 നമുക്ക് കിട്ടും 24. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5 മൈനസ് 24 സമം 3 എന്നാണ് കിട്ടുക. 5 മൈനസ് 24 അത് തെറ്റാണ്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ്. രണ്ടാമത്തത് മൈനസ് ഡിവിഷനാണ്. നമുക്ക് നോക്കാം. 5 ഈ മൈനസ് എന്താക്കണം? ഡിവിഷൻ ആക്കണം, അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റണമല്ലോ. അപ്പോൾ പ്ലസ് പ്ലസ് തന്നെ എഴുതാം. മൈനസും ഡിവിഷനും മാത്രമേ മാറ്റം വേണ്ടേ. പ്ലസ് 3 ഇൻറ്റു 8ന് മാറ്റമില്ല, ഇൻറ്റു ഇല്ല മാറ്റമില്ല. മൈനസ് എന്താവും? ഡിവിഷൻ ആവും. അപ്പോൾ ഡിവിഷൻ 12, പിന്നെ ഡിവിഷൻ എന്താവും? മൈനസ് ആവും. അപ്പോൾ -4 എന്ന് വരും. ഇപ്പം ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒറ്റയടിക്ക് മനസ്സിലാവും തെറ്റാണെന്ന്. കാരണം എന്താണ്? 8ന് നമുക്ക് 12 കൊണ്ട് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആൻസർ ഒരിക്കലും 20 വരില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഒരു കൃത്യം, ഒരു ഇൻറ്റിജർ, ഒരു നമ്പറായി കൃത്യം വരാത്തത് കൊണ്ട് ഫ്രാക്ഷനായിട്ടാണ് ഇത് വരിക, അല്ലേ? അപ്പോൾ 8 ഡിവൈഡഡ് ബൈ 12നെ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിന് നമ്മൾക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ തന്നെ നമുക്ക് തെറ്റാൻ നോക്കാം. ഇനി ഈ 3 ഇൻറ്റു 8 ഡിവൈഡഡ് ബൈ 12 മാത്രം വന്നിട്ടുള്ളൊരു പ്രോബ്ലം ആണ് എങ്കിൽ 24 നമുക്ക് എത്ര കിട്ടും? 24നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് 2 കിട്ടും. അപ്പോൾ 5ഉം 2ഉം കിട്ടും. ഇതെല്ലാം കൂടെ ചെയ്താൽ വേണമെങ്കിൽ 2 കിട്ടും. 5ഉം 2ഉം 7, 7 4 പോയാൽ നമുക്ക് എത്ര കിട്ടുക? 3 കിട്ടുക. അപ്പോൾ ഈ ആൻസർ ഒരിക്കലും ശരിയാവില്ല. അപ്പോൾ രണ്ടാമത്തതും തെറ്റാണ്. മൂന്നാമത്തത് പ്ലസ് ഇൻറ്റു ആണ്. നമുക്ക് നോക്കാം. 5 പ്ലസ് ഇൻറ്റു ആണല്ലോ, പ്ലസ് ഇൻറ്റു അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതാണ്. അപ്പം 5 പ്ലസ്സിലെടുക്കുക ഇൻറ്റു ഇട്ടു, 3 ഇൻറ്റുവിലെടുക്കുക പ്ലസ് ഇട്ടു. ഓക്കെ, പ്ലസ് ഇട്ടു. -12 ഡിവൈഡഡ് ബൈ 4, അതിൽ വ്യത്യാസമില്ല. അപ്പോൾ 12 ഡിവൈഡഡ് ബൈ 4 നമുക്ക് കിട്ടും 3. ഓക്കെ, 5 ഇൻറ്റു 3 നമുക്ക് എഴുതാം 15. കാരണം ഡിവൈഡും മൾട്ടിപ്ലിക്കേഷനും നമ്മൾ ആദ്യം ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് എഴുതാം 15 പ്ലസ് 8 15 പ്ലസ് 8 15 പ്ലസ് 8 മൈനസ് 12 ഡിവൈഡഡ് ബൈ 4. ഈ 12 ഡിവൈഡഡ് ബൈ 4 നമുക്ക് 3 കിട്ടിയത്. ഇവിടെ മൈനസ് ഇവിടെയുണ്ട്. അപ്പോൾ -3. 15 8 23 3 പോയി. 23 3 പോയാൽ നമുക്ക് എത്ര കിട്ടും? 20 കിട്ടും. ആ 20 ഇവിടെയുണ്ട്. അപ്പോഴേതാണ് ആൻസർ? പ്ലസും ഇൻറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്തിയാൽ ഈ ചോദ്യത്തിലെ ഉത്തരം കറക്റ്റായിട്ട് വരും എന്നർത്ഥം. ഐഡിയ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. ഓക്കെ, ഇനി നോക്കാം. 5 ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു 3 -12 പ്ലസ് 2 ഈക്വൽ ടു 17 എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഏതെല്ലാം മാറ്റം വരും നമുക്ക് നോക്കാം. പ്ലസ് ഇൻറ്റു ആണ് അവർ ആദ്യം പറഞ്ഞത്. അപ്പോൾ ഇൻറ്റു കാണുന്നെടുക്കുക പ്ലസ് വേണം, പ്ലസ് കാണുന്നെടുക്കുക ഇൻറ്റു വേണം. ഓക്കെ, അപ്പോൾ ഡിവിഷന് മാറ്റമില്ല. 5 ഡിവൈഡഡ് ബൈ 6 അതിന് മാറ്റമില്ല. ഇൻറ്റു കാണുന്നെടുക്കുക എന്ത് വേണം? പ്ലസ് വേണം, പ്ലസ് 3. പിന്നെ മൈനസിന് മാറ്റമില്ല, മൈനസിലില്ലല്ലോ, മൈനസിന് മാറ്റമില്ല 12. പ്ലസ് കാണുന്നെടുക്കുക എന്ത് കൊടുക്കണം? ഇൻറ്റു കൊടുക്കണം. പ്ലസ് കാണുന്നെടുക്കുക ഇൻറ്റു എന്ന് കൊടുക്കണം. നമുക്ക് എത്ര ഉത്തരം കിട്ടും നോക്കാം. 5 ഡിവൈഡഡ് ബൈ 6 ഇതൊരിക്കലും നമുക്ക് ശരിയാവില്ല. കാരണം 5 ഡിവൈഡ് ബൈ 6 എന്നുള്ളത് ഒരു ഫ്രാക്ഷനാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം ഒരിക്കലും എന്ത് വരില്ല? 17 ആയിട്ട് കിട്ടില്ല ചെയ്താൽ. അതുകൊണ്ട് ഈ ആൻസർ ഇവിടെ തന്നെ നമുക്ക് ശരിയല്ല എന്ന് പറയാം. ഐഡിയ മനസ്സിലായല്ലോ? 5 ഡിവൈഡഡ് ബൈ 6 ആയതുകൊണ്ട് കൃത്യ നമ്പർ വരില്ലല്ലോ. ഇനി രണ്ടാമത്തെ നോക്കാം, ഡിവിഷൻ ഇൻറ്റു. അപ്പോൾ നോക്കാം, ഡിവിഷനും ഇൻറ്റു. ഡിവിഷൻ കാണുന്നെടുക്കുക ഇൻറ്റു എഴുതണം, ഇൻറ്റു കാണുന്നെടുക്കുക ഡിവിഷൻ എഴുതണം. നമുക്ക് നോക്കാം. 5 ഡിവിഷൻ കാണുന്നെടുക്കുക എന്ത് എഴുതണം? ഇൻറ്റു 6. ഡിവിഷൻ ഇൻറ്റു കാണുന്നെടുക്കുകയോ ഡിവിഷൻ എഴുതണം. ഡിവിഷൻ 3 ഹരിക്കണം 3 -12 പ്ലസ് 2 അതിന് മാറ്റമില്ല. നോക്കാം നമുക്ക്. 6 ഹരിക്കണം 3 നമുക്ക് എത്ര കിട്ടും? സമം 2 കിട്ടും. അപ്പോൾ 5 ഇൻറ്റു 2 ഉണ്ടല്ലോ. അപ്പോൾ 5 ഇൻറ്റു 2 നമുക്ക് എത്ര കിട്ടും? 10 കിട്ടും. 5 ഇൻറ്റു 2 6 ഹരിക്കണം 3 2 ആയതുകൊണ്ട് 5 ഇൻറ്റു 2 നമുക്ക് എത്ര കിട്ടും? 10. അപ്പോൾ നമുക്ക് കിട്ടും 10. ഇവിടെ 5 ഉണ്ടല്ലോ. അപ്പോൾ 5 ഇൻറ്റു 2 വരും 10. 10 മൈനസ് 12 പ്ലസ് 2. അപ്പോൾ എത്ര കിട്ടും? 10 2 12 12 പോയാൽ നമുക്ക് 0 കിട്ടും. അപ്പോൾ അതും ശരിയല്ല എന്ന് കാണാം. ഈ രണ്ടാമത്തതും ശരിയല്ല. ഇനി നമുക്ക് നോക്കേണ്ടതാണ് മൂന്നാമത്തെ നോക്കേണ്ടത് പ്ലസും ഡിവിഷനും. അപ്പോൾ ഡിവിഷൻ കാണുന്നവർക്ക് പ്ലസ് എഴുതണം, പ്ലസ് കാണുന്നവർക്ക് ഡിവിഷൻ എഴുതണം. നോക്കാം നമുക്ക്.
5 പ്ലസും ഡിവിഷനുമാണ്, ശ്രദ്ധിക്കണം, പ്ലസും ഡിവിഷനുമാണ്. ഡിവിഷൻ കാണുന്നവർക്ക് പ്ലസ് കൊടുത്തു. ഇൻറ്റുവിന് മാറ്റമില്ല, പ്ലസും ഡിവിഷനും അല്ലേ? ഓക്കെ, ഇൻറ്റുവിന് മാറ്റമില്ല. ഇൻറ്റു 3 മൈനസ് 12 പ്ലസ് കാണുന്നവർക്ക് ഡിവിഷൻ കൊടുത്തു. കറക്റ്റ്. അപ്പോൾ ആദ്യം ഡിവിഷൻ ചെയ്യാം. 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 6 കിട്ടും അല്ലേ? പിന്നെ നമ്മൾ ഇൻറ്റു ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇത് നമുക്ക് കിട്ടും 18. അപ്പോൾ എന്ത് കിട്ടും? 5 ഇവിടെയുണ്ട്, പ്ലസ് 18 മൈനസ് 6. ഇതിനെ ചെയ്തപ്പോൾ 6 കിട്ടി, മൈനസ് ഇവിടെയുണ്ട്. 5ഉം 18 23. 23 6 പോയ എത്ര? 17. കറക്റ്റ്. ഇവിടെ 17 കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ മൂന്നാമത്തെ ഓപ്ഷനാണ് ശരി. ഈ രണ്ടാമത്തെ ഓപ്ഷൻ തെറ്റാണ്. മൂന്നാമത്തെ ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് വന്നു. അപ്പോൾ ഐഡിയ രണ്ടാമത്തെ ടൈപ്പ് മനസ്സിലായല്ലോ. തന്നിട്ടുള്ള ഓപ്ഷനിൽ തന്നിട്ടുള്ള ചിഹ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ഏത് ശരിയെന്ന് കണ്ടെത്തുക. ഇനി മൂന്നാമത്തതാണ് സ്ഥിരം വരുന്ന ടൈപ്പ് ചോദ്യം. ചിഹ്നത്തിന് പകരം മറ്റൊരു ചിഹ്നം, ന്യൂ സൈൻ ഇൻസ്റ്റെഡ് ഓഫ് ഗിവൺ സൈൻ. തന്ന ചിഹ്നത്തിന് പകരം നമ്മൾക്ക് അവർ തന്നിരിക്കുന്ന പുതിയ ചിഹ്നം ഉപയോഗിച്ച് ചെയ്യുക. ഈ ചോദ്യത്തിൻ്റെ രീതി, പ്ലസ് നിങ്ങൾക്ക് ചോദിച്ച് തന്നിട്ടുണ്ടാവും, പക്ഷേ അതിൻ്റെ അർത്ഥം നമ്മൾ മൈനസ് എന്നാണ് കൊടുക്കേണ്ടത്. ഡിവിഷൻ നമുക്ക് തന്നിട്ടുണ്ടാവും, അതിന് നിങ്ങൾ കൊടുക്കേണ്ടത് എന്താണ്? പ്ലസ് ആണ് കൊടുക്കേണ്ടത്. ഇൻറ്റു കാണുന്നെടുക്കുക ഡിവിഷൻ, മൈനസ് കാണുന്നെടുക്കുക ഇൻറ്റു. ഈ ടൈപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ടായിട്ടുള്ള ടൈപ്പ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ തന്നെ ഞാൻ കൊടുത്തു നോക്കാം. പ്ലസ് കാണുന്നെടുക്കുക എന്ത് വേണം? ഈ മൈനസ് കൊടുക്കണം. അല്ലെങ്കിൽ ഞാൻ ആ ചോദ്യം ഒന്നും കൂടെ എഴുതിയാൽ 18 പ്ലസ് കാണുന്നെടുക്കുക മൈനസ് കൊടുത്തു, -4. ഓക്കെ, മൈനസ് കാണുന്നെടുക്കുക എല്ലാത്തിനും കൊടുക്കണം. മൈനസ് കാണുന്നെടുക്കുക ഇൻറ്റു 4 ഇൻറ്റു 6. ഓക്കെ, ഇൻറ്റു കാണുന്നെടുക്കുക എന്ത് കൊടുക്കണം? ഡിവിഷൻ, ഡിവൈഡഡ് ബൈ എത്ര? ഇൻറ്റു കാണുന്നെടുക്കുക ഡിവൈഡഡ് ബൈ 2. ഡിവൈഡഡ് കാണുന്നെടുക്കുക എന്ത് കൊടുക്കണം? ഡിവൈഡഡ് എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്. പ്ലസ് എത്ര? 3. ഇനി ഇത് ചെയ്താൽ മതി. നോക്കാം നമുക്ക് എത്ര ആൻസർ കിട്ടും നോക്കാം. 6നെ ആദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 6നെ 2 കൊണ്ട് ഡിവൈഡ് നമുക്ക് എത്ര കിട്ടും? 3 കിട്ടും. പിന്നെ ഇൻറ്റുവിനെ നോക്കേണ്ടത്. ഇൻറ്റു ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ 4 ഇൻറ്റു 3 ആണ് പിന്നെ ചെയ്യേണ്ടത്. 4 ഇൻറ്റു 3 നമുക്ക് എത്ര കിട്ടും? 12 കിട്ടും. അപ്പോൾ നമുക്ക് വരുന്നതെല്ലാം ബാക്കിയിൽ എഴുതിയാൽ 18. ഇവിടെ മൈനസ് ഉണ്ട്, ആ മൈനസാണ് ഈ 12ന് പേരിൽ. -12 തെറ്റിക്കല്ലേ? -12 പ്ലസ് 3 എന്ന് കിട്ടും അല്ലേ? ഇതാ ഇതിനെ 4 ഇൻറ്റു 3 ഇത്രയും വരെ ചെയ്തിട്ടില്ലേ നമുക്ക് 12 കിട്ടിയത്? പ്ലസ് 3 അധികമുണ്ട്. അപ്പോൾ 18 3 21. 21 12 അല്ലെ? 18 12 പോയാൽ നമുക്ക് 6. 6 3 നമുക്ക് എത്ര കിട്ടും? 9 എന്ന് കിട്ടും. 9 ഇവിടെ ഓപ്ഷനിൽ ഉണ്ട്. ഓക്കെ, ഇനി ലാസ്റ്റ് ടൈപ്പാണ് ഇനി പറഞ്ഞത്. ഇത് ഐഡിയ മനസ്സിലായല്ലോ. തന്നിരിക്കുന്ന ചിഹ്നത്തിന് വരെ പുതിയ ചിഹ്നം ചേർത്തിട്ട് വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഒരു ടൈപ്പ് കണ്ടോ. പി മീൻസ് പ്ലസ്, ക്യൂ മീൻസ് മൈനസ്, ആർ മീൻസ് എക്സ് ഇൻറ്റു എസ് മീൻസ് ഡിവിഷൻ, ദെൻ 8 R 8. ഇത് ഈ ടൈപ്പിൻ്റെ മറ്റൊരു ടൈപ്പ്. പകരം ഈ ഇംഗ്ലീഷ് ആൽഫാബറ്റ്സ് പകരം ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ആർ എന്ന് പറയുന്നത് ഒരു ചിഹ്നമാണ്, പി എന്ന് പറയുന്നത് വേറൊരു സൈനാണ്. അപ്പോൾ ഓരോ സൈൻ. അപ്പോൾ ഈ നമ്പർ എഴുതിയിട്ട് അതിൻ്റെ കണക്കായിട്ടുള്ള സൈൻ അവിടെ കൊടുത്താൽ മതി. ഇപ്പോൾ നോക്കാം നമുക്ക്. 8 R എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞത്? ഇൻറ്റു ആണ് പറഞ്ഞത്. അപ്പോൾ ഇൻറ്റു 8. പി എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? പ്ലസ് കൊടുത്തു 8. എല്ലാം 8 ആയിട്ട് പ്രശ്നമില്ല. പിന്നെ എസ് ആണ് വരുന്നത്. എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിവിഷനാണ് 8. പിന്നെ വരുന്നത് ക്യൂ ആണ്. ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് ആണ്. അതും എത്ര? 8. ഇനി ഇതിനെ കണ്ടുപിടിച്ചാൽ മതി. ഇതിനെ കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? ബോർഡ് മാസ് റൂൾ പ്രകാരം ആദ്യം ഡിവിഷൻ ചെയ്യണം. 8 ഡിവൈഡഡ് ബൈ 8 നമുക്ക് എത്ര കിട്ടും? നമുക്ക് +1 കിട്ടും അല്ലേ? ഇത് ചെയ്തപ്പോൾ 1 കിട്ടി. പിന്നെ മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര കിട്ടും? 8 64. 8 8 64 കിട്ടും. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് എഴുതാം. എന്താ എഴുതാം? 64 +1 ദാ 60. ഇത് 2 64. ഇത് 2 ചെയ്തപ്പോൾ +1. പിന്നെ -8 ചെയ്യാത്തതുണ്ട്. 64 നിന്നും 65. 65 8 പോയാൽ നമുക്ക് എത്ര കിട്ടി? 57. 57 എന്ന് പറയുമ്പോൾ ഇവിടെ ഓപ്ഷനിലുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന 3 ടൈപ്പുകളിലെ എല്ലാ ചോദ്യങ്ങളും കൃത്യമായി ചെയ്ത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കോൺഫിഡൻസോടുകൂടി ബോർഡ് മാസ് റൂളിലത്തെ ഒരു വർഷം 10 മാർക്കിന് വരെ ഇതിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. 5 മാർക്ക് എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായി ചെയ്ത് പഠിക്കുക. ബോർഡ് മാസം വരുന്ന 3 ടൈപ്പ് ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളെ എങ്ങനെയാണ് നിങ്ങൾ പ്രസൻറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ അഭിമുഖീകരിക്കേണ്ടതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ
സബ്സ്ക്രൈബ് ചെയ്യുക, മടി കാണിക്കരുത്. ബൈ.